السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ആഗ്രഹമുണ്ടോ? നിറവേറണോ? നിങ്ങളൊന്ന് കേൾക്ക്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ? ആഗ്രഹം നിറവേറണമെന്ന് നമുക്ക് വലിയ താല്പര്യവുമുണ്ട്. പക്ഷേ അത് ഞാൻ എത്ര പേർ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങളെ ഞാൻ ആലോചിക്കാറുണ്ട്. ആഗ്രഹങ്ങൾ നിറവേറാൻ മഹാന്മാർ ഒരുപാട് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആ വഴികളെ നമ്മൾ സ്വീകരിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, സ്വീകരിക്കാറില്ല പലപ്പോഴും. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരട്ടെ. മുജറബാദ് ദൈറബി അടക്കമുള്ള മഹാന്മാരുടെ കിതാബുകളിലൊക്കെ ഈ വിഷയം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിത് വലിയ ഗുണം ചെയ്യും. ആഗ്രഹം നിറവേറാൻ ഒരു കാരണമാകും. വളരെ കുറഞ്ഞ 3 മിനിറ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യും. നമ്മുടെ ആഗ്രഹങ്ങൾ മുൻനിർത്തിയിട്ട് ചെയ്യും. നല്ല നിയ്യത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ഏതായാലും പെട്ടെന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുകയാണ് അതിനുള്ള മാർഗം. എങ്ങനെ ചൊല്ലണം എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. സാധാരണ ചൊല്ലുന്നത് പോലെയല്ല. എത്ര തവണയാണ്, ഏത് രൂപത്തിലാണ് എന്നുള്ളത് കൂടി നോക്കണം. നിങ്ങൾ ചൊല്ലേണ്ടത് ഒന്നുകൂടി പറയാം. ഇത് ബിസ്മി പൂർണ്ണമായും ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല അക്ഷരസ്ഫുടതയോടുകൂടി തന്നെ ചൊല്ലണം. അക്ഷരവും വിട്ടുപോകരുത്. എത്ര തവണയാണ് ചൊല്ലേണ്ടത്? നമുക്ക് നിങ്ങൾ 1000 തവണ ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. കൃത്യമായി കേൾക്കണം കേട്ടോ. ഇടക്ക് വെച്ച് പോകരുത്. 1000 വട്ടം കേൾക്കുമ്പോഴേക്ക് നിർത്തി പോകല്ല. കൃത്യമായി കേൾക്ക്. 1000 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. എന്നിട്ട് 1000 തവണ കഴിഞ്ഞതിനു ശേഷം ഒരല്പം സ്വലാത്ത് ചൊല്ലുക. സ്വലാത്തിന്റെ എണ്ണം പറഞ്ഞിട്ടില്ല മഹാന്മാർ. എത്രയും ആകാം. ഒരു 10, 50, 100, 200 ഒക്കെ സ്വലാത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന എണ്ണം എത്രയാണോ ആ സ്വലാത്ത് ചൊല്ലുക. ഒന്നുകൂടെ പറയാം. 1000 തവണ ആദ്യം ബിസ്മി ചൊല്ലുന്നു, കുറച്ചല്പം സ്വലാത്ത് ചൊല്ലുന്നു, അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തുന്നു, ദുആ ചെയ്യുന്നു. കഴിഞ്ഞിട്ടില്ല. ഒരല്പം സമയം വേണം കേട്ടോ ഇതിന്. ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങളെ കൊണ്ട് 1, 2, 3 ദിവസം, എത്ര ദിവസം എടുത്തിട്ടാണ് ചെയ്യാൻ കഴിയുന്നത് എത്ര ദിവസം കൊണ്ട് ചെയ്താൽ മതി. ഒന്നുകൂടെ പറയാം. 1000 തവണ ബിസ്മി ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു. വീണ്ടും ദുആ കഴിഞ്ഞാൽ വീണ്ടും 1000 തവണ ബിസ്മി ചൊല്ലുക. എന്നിട്ട് വീണ്ടും ഒരല്പം സ്വലാത്ത് ചൊല്ലുക, വീണ്ടും ദുആ ചെയ്യുക. വീണ്ടും അങ്ങനെ ചെയ്ത് 12,000 ബിസ്മി ചൊല്ലണം. 12,000 ബിസ്മി, അതായത് 12 തവണ ബിസ്മി ചൊല്ലേണ്ടി വരും. 12 തവണകളായി 1000 തവണ ആദ്യം, എന്നിട്ട് സ്വലാത്ത്, ദുആ, വീണ്ടും 1000 തവണ ബിസ്മി, വീണ്ടും കുറച്ച് സ്വലാത്ത്, പിന്നെ ദുആ, വീണ്ടും 1000 തവണ ബിസ്മി, വീണ്ടും അല്പം സ്വലാത്ത്, പിന്നെ ദുആ. അങ്ങനെ 12 തവണ ചെയ്താൽ 12,000 ബിസ്മിയായി. ഒരല്പം സ്വലാത്ത് എത്രയാണ് നമ്മൾ ഓതുന്നത് ചൊല്ലുന്നത് അതിനനുസരിച്ചായിരിക്കും. ഏതായാലും ഇത് ചെയ്ത് അള്ളാഹുവിനോട് ഇടയ്ക്കിടയ്ക്ക് ദുആ ചെയ്യുകയും ചെയ്താൽ ഇത് 1, 2, 3, 4 ദിവസങ്ങളെ കൊണ്ട് ചെയ്യുക. എത്ര പെട്ടെന്ന് കഴിയുമോ അത്രയും നല്ലത്. ഏതായാലും അങ്ങനെ ചെയ്തു നോക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് പറയും. മനസ്സറിഞ്ഞ് പറയണം. ഇത് നടക്കുമോ എന്നൊന്ന് പരീക്ഷിക്കാലോ എന്ന് കരുതിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ചെല്ലണമെന്നില്ല. പരീക്ഷണമാവരുത്. നമ്മളൊന്നും പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യരുത്. നമ്മൾ മനസ്സുറപ്പുള്ളവർ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് നന്നായി ചെല്ലാൻ തൗഫീഖ് നൽകട്ടെ. ആഗ്രഹങ്ങൾ നിറവേറട്ടെ. അസ്സലാമു അലൈക്കും.